ഈ വീഡിയോ കാണുമ്പോൾ ഇവിടെ ഒരു റിഫ്ലക്ഷൻ കണ്ടില്ലേ? ഈ റിഫ്ലക്ഷൻ വേണ്ടി മാറ്റാൻ ഇതുപോലെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ND ഫിൽറ്റേഴ്സും VND CPL ഫിൽറ്റേഴ്സും ആണ് ഉപയോഗിക്കുന്നത്. CPL ഫിൽറ്റർ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ റിഫ്ലക്ഷൻസും ഗ്ലെയർസും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സർക്കുലേറ്റിംഗ് പോളറൈസ്ഡ് ഫിൽറ്ററാണ്. ഇപ്പോൾ പോളറൈസ്ഡ് സൺഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾ വെള്ളത്തിലോട്ട് നോക്കിയാൽ മതി, വെള്ളത്തിനകത്തെ കല്ലുകൾ വരെ കാണാൻ പറ്റും. അത്ര റിഫ്ലക്ഷൻ വരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഓട്ടോമോട്ടീവ്, ഇതൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് ഓട്ടോമോട്ടീവ് അതുപോലത്തെ വീഡിയോഗ്രാഫിക്കൊക്കെയാണ്. അതായത് ഗ്ലാസ് ഒക്കെ വരുന്നിടത്താണ് കൂടുതൽ ഗ്ലാസ്, പിന്നെ ഇതുപോലത്തെ ഫിനിഷ് ഒക്കെ വരുന്നിടത്താണ് കൂടുതലും ഈ CPL ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. CPL ഫിൽറ്റേഴ്സ് വിത്ത് ND ഫിൽറ്റേഴ്സ് ആണ്, അതായത് ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റേഴ്സ്. ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റേഴ്സ് ആർ യൂസ് ഫോർ ലൈക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ സൺഗ്ലാസ് ക്യാമറയ്ക്ക് ഒരു സൺഗ്ലാസ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് ND ഫിൽറ്റർ. ഇപ്പം അതായത് കട്ടിങ് ദ ലൈറ്റ് നാച്ചുറലി കട്ടിങ് ദ ലൈറ്റ് നാച്ചുറലി, അതായത് നേരെ സെൻസറിലോട്ട് ലൈറ്റ് അടിക്കാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ND ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. CPL ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ റിഫ്ലക്ഷൻസും ഗ്ലേസും കട്ട് ചെയ്യാനാണ്. ഇതുപോലത്തെ കുറേ ഇൻക്രീസിംഗ് കോണ്ടൻസ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ ഫോട്ടോഗ്രാഫി ടിപ്സിനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോ. ഇപ്പോൾ റിഫ്ലക്ഷൻ ഇല്ലല്ലോ, അതാണ് നമ്മുടെ CPL ഫിൽറ്റേഴ്സിനൊക്കെ ഗുണം. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ എത്ര പെട്ടെന്ന് ക്യാമറ സ്കെയിലിലോട്ട് വെച്ചോ, നമ്മുടെ ക്യാമറ സ്കെയിൽ ലെവലിലാണ്. ഇതുപോലത്തെ കുറേ ഇൻക്രീസിംഗ് കോണ്ടൻസ് ആയിരിക്കും. സ്റ്റേ ട്യൂൺഡ്, പേജ് ഒന്ന് ഫോളോ ചെയ്തോ. ബൈ ബൈ.